ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി പഴം കൊണ്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 250 കപ്പിന് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ അല്പം ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാടങ്ങ് കട്ടിയായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മൾ ഇതിലേക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഡെസിക്കനേറ്റ് കോക്കനട്ട് വേണം. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം ബ്രെഡ് ക്രംസ് എടുത്താലും മതി. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഓരോ പഴത്തിൻ്റെ പീസും ഇതുപോലെ ഈ ബാറ്ററിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഡെസിക്കനേറ്റ് കോക്കനട്ടിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാ ഇതുപോലെ ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കട്ട് ചെയ്തെടുത്ത പഴവും ഇതുപോലെ ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഡെസിക്കനേറ്റ് കോക്കനട്ടിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതിപ്പം ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്നും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കണ്ട, അപ്പോൾ പെട്ടെന്ന് കളർ മാറിപ്പോകും. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇതിപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറിലാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ അധികം എണ്ണയൊന്നും കുടിക്കാതെ നമുക്ക് പഴം കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.